പറഞ്ഞാല് മദീനയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഹിജ്റ വന്ന് കുടുംബവും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ മാർഗമില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ, എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ വൈകല്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുള്ള ആളുകൾ, അങ്ങനെ അവർ പള്ളിയിൽ താമസിക്കുമായിരുന്നു. പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിൽ താമസിച്ചിരുന്ന ആളുകളാണ് അഹ്ലു സുഫ എന്നറിയപ്പെടുന്ന സഹാബത്ത്. സുഫ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഷെഡിനാണ് പറയുന്നത്. അതിൽ താമസിച്ചിരുന്ന ഈ സഹാബത്ത് 70ഓളം പേരുണ്ടായിരുന്നു. അവർക്ക് മറ്റുള്ള സഹാബിമാര് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, 70 അഹ്ലു സുഫയിൽപ്പെട്ട ആളുകളെ സഹാബത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. മാ മിൻഹും റജുലുൻ അലൈഹി റിദാ, അതിൽ 70 ഒരാൾക്ക് പോലും ഒരു റിദാ ഉണ്ടായിരുന്നില്ല. റിദാ എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് 2 വിധത്തിലാണ് വസ്ത്രമുള്ളത്. ഒന്ന് ഇസാറും റിദാവും, രണ്ടാമത്തേത് ഖമീസ്. ഖമീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സൗബ് എന്ന് പറയുന്നതിന് സമാനമായ വസ്ത്രം, ഒറ്റൊരു വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മറയും. ഇസാറുൻ റിദാ എന്ന് പറഞ്ഞാൽ തോളിലിടുന്ന ഒരു വസ്ത്രവും അതുപോലെ അരയിൽ ഉടുക്കുന്ന ഒരു വസ്ത്രവും, നമ്മൾ ഷർട്ടും മുണ്ടും എന്ന് പറയുന്നതിനോട് സമാനമായ ഒരു രൂപം. ഉംറക്ക് ഹജ്ജിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം പോലെയുള്ള വസ്ത്രം. അപ്പൊ അതിൽ അരയിൽ ഉടുക്കുന്നതാണ് ഇസാർ, തോളിലിടുന്നതാണ് റിദാ. അപ്പൊ ഈ 70 ഒരാൾക്ക് പോലും ഒരു റിദാ ഉണ്ടായിരുന്നില്ല, തോളിലിടാൻ ഒരു തട്ടം ഉണ്ടായിരുന്നില്ല. അരയിൽ മാത്രമായിരുന്നു അവർ വസ്ത്രം ഉടുത്തിരുന്നത്, മുണ്ടു മാത്രമായിരുന്നു അവരുടെ വേഷം. ഇമ്മ ഇസാറുൻ, ഒന്നുകിൽ അങ്ങനെ അരയിൽ മുണ്ടുടുക്കും, ഇമ്മ ഖിസാഉൻ, അല്ലെങ്കിൽ ഒറ്റ ഒരു പുതപ്പായിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക. ഖദ് റബതു ഫി അനാഖിഹിം, ആ പുതപ്പവരെന്ത് ചെയ്യും, കഴുത്തില് കെട്ടിവെക്കും. നമ്മൾ അരയിൽ മുണ്ടെടുക്കുന്ന പോലെ കഴുത്തിൽ അവർ മുണ്ടെടുക്കും. ഫമിൻഹാ മാ യബ്ലുഗു നിസ്ഫ സാഖൈൻ, അങ്ങനെ കഴുത്തിൽ വസ്ത്രം ഉടുത്താല് ചിലപ്പോ കണങ്കാലിന്റെ പകുതി വരെ അതെത്തും. വമിൻഹാ മാ യബ്ലുഗു അൽ കഅബൈൻ, ചിലപ്പോൾ നെരിയാണി വരെ എത്തും. ഫയജ്മഉഹു ബിയദിഹി കറാഹിയത അൻ തുറ ഔറതുഹു, അങ്ങനെ കഴുത്തിൽ ഒരു വസ്ത്രം എടുത്താല് ഒരു പക്ഷെ ചിലപ്പോൾ നമസ്കരിക്കുമ്പോഴോ മറ്റൊക്കെ ഇത് തുറന്ന് ഔറത്ത് വെളിവാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവരിതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് നടക്കുക. കാരണം കഴുത്ത് മുതൽ താഴെ വരെ നീണ്ടു കിടക്കുന്നതുകൊണ്ട് എപ്പോഴും അത് തുറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ടായിരിക്കും അവർ നടക്കുന്നത്. ഇങ്ങനെയുള്ള കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന 70 സ്വഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞ ഹദീസിൽ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറഞ്ഞു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമുക്ക് നോക്കാൻ ആരും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരുടെ കാര്യം ആലോചിച്ചാൽ മതി. നമ്മളെക്കാളും എത്രയോ അള്ളാഹുവിനോട് അടുത്ത സ്വാലിഹീങ്ങളായ സഹാബത്തായ 70 ആളുകൾ, അവര് ഇത്രയും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഉടുക്കാൻ വസ്ത്രമില്ലാത്ത അവസ്ഥ അതനുഭവിച്ചിട്ടുള്ളവരാണ് സഹാബത്ത്. അവരതിൽ തൃപ്തരായിരുന്നു, അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു, അവര് ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. അപ്പൊ നമ്മളൊക്കെ എത്രമാത്രം അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അപ്പൊ ദുനിയാവിന് അത്രയേ പ്രാധാന്യമുള്ളൂ. അത് ഒന്ന് താഴേക്ക് നോക്കിയാൽ തീരുന്ന ടെൻഷനേ ഉള്ളൂ ദുനിയാവ് എന്ന് പറയുന്നത്. നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മാറാത്ത ഒരു ടെൻഷനും ഇല്ല ഈ ദുനിയാവിൽ. وعنه رضي الله عنه أبو هريرة رضي الله تعالى عنه തന്നെ പറയുന്നു, قال رسول الله صلى الله عليه وسلم الدنيا سجن المؤمن وجنة الكافر, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലാണ്, കാഫിറിന്റെ സ്വർഗമാണ്. ഇതാണ് ദുനിയാവ്. ഒരു മുഅ്മിന് ദുനിയാവ് എന്ന് പറയുന്നത് ജയിലാണ്. കാരണം എന്താണ്? അവൻ എപ്പോഴും ആഖിറത്തിന്റെ ചിന്ത കൊണ്ട് നടക്കുന്ന ആളാണ്. സ്വർഗമാണ് അവന്റെ മനസ്സിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുത്തെ ശഹവത്തുകളൊക്കെ ഒഴിവാക്കുന്നത്, സ്ത്രീകളുടെ വിഷയമായാലും അതുപോലെ കള്ളായാലും മറ്റെന്ത് വസ്തുവാണെങ്കിലും, ഇത് ഒഴിവാക്കുന്നത് വെറുതെ മനസ്സിൽ ഒരു ചിന്തയുമില്ലാതെ ഒഴിവാക്കുമ്പോൾ അത് പ്രയാസമായിരിക്കും. പക്ഷെ ഒരാൾ സ്വർഗം മുന്നിൽ കണ്ട് ഉപേക്ഷിക്കുമ്പോൾ അവനെന്തിനാണ് അതൊക്കെ ഒഴിവാക്കുന്നത്? ഇതിനേക്കാൾ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ഒഴിവാക്കല്ല. അങ്ങനെ മനസ്സിൽ എപ്പോഴും സ്വർഗത്തെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അവൻ ദുനിയാവിൽ എന്ത് കിട്ടിയാലും നിസ്സാരമായിട്ട് തോന്നും. ദുനിയാവ് കുറച്ച് വിശാലമായാൽ തന്നെ നിസ്സാരമായിട്ട് തോന്നും. ചില ആളുകൾ ഈ ഹദീസ് വ്യാഖ്യാനിക്കല് ദുനിയാവിൽ നമുക്ക് കുറെ ഹറാമും ഹലാലും അള്ളാഹിന്റെ നിയമങ്ങളൊക്കെ വളരെ പ്രയാസം. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ നിയമങ്ങളൊന്നും നമുക്ക് പ്രയാസമുള്ളതല്ല. നേരെ മറിച്ച് സ്വർഗവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ദുനിയാവ് ജയിലാണ്. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, ഇബ്നു ഹജർ അസ്ഖലാനി, അദ്ദേഹം മിസ്റിലെ ഖാദിയായിരുന്നു. ഖാദി ഖുദാത്ത് മിസ്ർ എന്നറിയപ്പെട്ടിരുന്ന വലിയ ഉദ്യോഗത്തിലുള്ള ആളായിരുന്നു. ഇസ്ലാമിന് പ്രതാപമുള്ള കാലത്ത് ഈജിപ്തിന്റെ മുഴുവൻ ഖാദിയാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലും പിറകിലും ഒക്കെ അകമ്പടി വാഹനങ്ങളൊക്കെ ഉണ്ടാകും. അദ്ദേഹം പോകുന്നത് കണ്ടപ്പോൾ വഴിയിൽ ഒരു യഹൂദിയായ മനുഷ്യൻ, എണ്ണ വിൽക്കുന്ന ഒരാൾ, അയാൾ ശരീരം മുഴുവൻ എണ്ണയൊക്കെ പറ്റിപ്പിടിച്ച് മലിനമായ വസ്ത്രങ്ങളെ കൊടുത്തിട്ട് പൊടി പിടിച്ച് നടക്കുന്ന ഒരു യഹൂദി, അദ്ദേഹം വന്നിട്ട് ഇബ്നു ഹജറിനോട് പറഞ്ഞു, നിങ്ങളുടെ ഹദീസിൽ പറയുന്നത് അദ്ദുനിയ സിജുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ എന്നാണല്ലോ, എന്നിട്ട് കാഫിർ എന്റെ അവസ്ഥ ഇതാണ്, മുസ്ലിമായ നിങ്ങൾ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ പറഞ്ഞു,
ഞാൻ ഇൻഷാ അല്ലാഹ് മരിച്ചു കഴിഞ്ഞാൽ പോകാനുള്ള സ്വർഗം, അത് വെച്ച് നോക്കുമ്പോൾ ഇത് ജയിലാണ്. ഈ അനുഭവിക്കുന്ന ഒന്നുമല്ല. നീ മരിച്ചു കഴിഞ്ഞാൽ കാഫിറായി തന്നെ മരിക്കുകയാണെങ്കിൽ നിനക്ക് കിട്ടാൻ സാധ്യതയുള്ള നരകം അത് ഇതിനേക്കാൾ കഷ്ടമായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഈ ദുനിയാവ് നിനക്ക് സ്വർഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അപ്പൊ ഒരു മുഅ്മിന്റെ മനസ്സിൽ എപ്പോഴും ഈ ചിന്ത ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു സുഖവും വേണ്ട എന്ന് തീരുമാനിച്ചവരല്ല, നമ്മൾ നിലനിൽക്കുന്ന സുഖം ആഗ്രഹിക്കുന്നവരാണ്. എന്നെന്ന് നിലനിൽക്കുന്ന സ്വർഗം, അതാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി കുറച്ചു കാലം നമ്മൾ കുറച്ച് ക്ഷമിക്കുന്നു എന്ന് മാത്രം. ഇമാം മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു അസറുണ്ട്, ദുനിയാവിനെയും ആഖിറത്തിനെയും താരതമ്യം ചെയ്തുകൊണ്ട്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ പറഞ്ഞു, ലൗ കാനത്തി ദുനിയ